നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചർച്ച ശരിക്കും പറഞ്ഞാല് സാമ്പത്തികമായ ഒരു മെച്ചം, ഒരു നല്ല ജീവിതമൊക്കെ സ്വപ്നം കാണുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അതെ, ഒരു സാധാരണ ജീവിതത്തിൽ നിന്ന് എങ്ങനെ ഒരു വലിയ നിലയിലേക്ക് എത്താം, അല്ലേ? അതെ, അങ്ങനെ ഒരു യാത്രയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങളൊരു പക്ഷേ ഡയറക്റ്റ് സെല്ലിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, വെസ്റ്റീജ് എന്ന കമ്പനിയെക്കുറിച്ചും. കേട്ടിട്ടുണ്ടാവാം. അപ്പോ ആ വെസ്റ്റീജിലൂടെ സ്വന്തമായി ഒരു ജീവിതമുണ്ടാക്കിയെടുത്ത, സ്വപ്നങ്ങളൊക്കെ നേടിയെടുത്ത മിസ്റ്റർ ശരവണൻ എസിന്റെ ഒരു അനുഭവമാണ് നമ്മളിന്ന് നോക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ വെസ്റ്റീജിന്റെ യൂട്യൂബ് ചാനലിൽ വന്നിരുന്നു. അതാണ് നമ്മൾക്ക് ഇതിനൊരു അടിസ്ഥാനം. ഓക്കെ, അപ്പോ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതെ, ഇതിലൂടെ നമ്മൾ എന്താ നോക്കുന്നതെന്ന് വെച്ചാല് വലിയ മുതൽമുടക്കൊന്നുമില്ലാതെ, മുൻപരിചയം വേണമെന്നില്ല, പക്ഷേ ഒരവസരം കിട്ടിയാൽ അത് ശരിക്കും ഉപയോഗിച്ച് ഒരു ലക്ഷ്യത്തോടെ നിന്നാൽ എവിടെ എത്താൻ പറ്റുമെന്നുള്ളതിന്റെ ഒരു ഉദാഹരണം. ശരിയാണ്, ഒരു ഇൻസ്പിറേഷൻ. ശരവണന്റെ തുടക്കം അത് വളരെ സാധാരണ രീതിയിലാണ്. അദ്ദേഹം പറയുന്നത് ഒരു 350 ചതുരശ്ര അടി മാത്രമുള്ള ഒരു ചെറിയ വീടായിരുന്നു എന്നൊക്കെയാണ്. ആലോചിച്ചു നോക്കൂ, അത്രയും ചെറിയൊരു വീട്. അതെ, അപ്പൊ സ്വാഭാവികമായും സ്വന്തമായിട്ട് നല്ലൊരു വീട്, അത് കുട്ടിക്കാലം മുതലേ ഉള്ള ഒരു വലിയ സ്വപ്നമായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ അന്ന് ചെയ്തിരുന്ന ആ ഒരു ജോലി കൊണ്ട് മാത്രം ആ സ്വപ്നം നടക്കില്ലാന്ന് പതുക്കെ മനസ്സിലായി തുടങ്ങി. അത് പലരും ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മുടെ വരുമാനവും സ്വപ്നങ്ങളും തമ്മിൽ ഒരു വലിയ ഗ്യാപ്പ്. അതെ, സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാമെന്ന് വെച്ചാലോ, അതിനുള്ള പൈസയില്ല, സാഹചര്യമില്ല, എന്തിന്, അതെങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു അറിവ് പോലുമില്ല. ശരിയാണ് ആ ഒരവസ്ഥ. പക്ഷെ അവിടെ തളർന്നിരിക്കാതെ ഒരു മാറ്റം വേണമെന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതെ, തീർച്ചയായും. ആ ഒരു ചിന്തയാണ് ശരിക്കും വെസ്റ്റീജിലേക്ക് എത്തിക്കുന്നത്. അതായത് യാതൊരു മുതൽമുടക്കുമില്ലാതെ ഒരു ബിസിനസ് അവസരം. അതാണ് വെസ്റ്റീജിനെ പറ്റി ആദ്യം കേൾക്കുന്നത്. ഇൻട്രസ്റ്റിംഗ്. അതിലും രസമെന്താണെന്ന് വെച്ചാൽ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ഇതിലേക്ക് വരുന്നത്. വെറും 30 മിനിറ്റ് വീഡിയോ. ഓ, 30 മിനിറ്റോ? അതെ, ആ വീഡിയോ കണ്ടു, ഇഷ്ടപ്പെട്ടു, അപ്പ തന്നെ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. പെട്ടെന്നുള്ളൊരു തീരുമാനം. അതെ, പക്ഷെ ആ തീരുമാനത്തിന് പിന്നിലും ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം ജോലി ചെയ്തിരുന്നത് ഈ MNC, IT, BPO ഫീൽഡിലൊക്കെയാണ്. ഓക്കെ. അപ്പോ അദ്ദേഹത്തിനൊരു തോന്നലുണ്ടായി, ഒരു 35-40 വയസ്സൊക്കെ കഴിയുമ്പോ ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ ചിലപ്പോ കുറച്ചു ബുദ്ധിമുട്ടാവും, ശാരീരികമായും ഒക്കെ. ശരിയാണ്, പ്രഷറും സ്ട്രെസ്സും ഒക്കെ കൂടുമല്ലോ. അതെ, അപ്പോ ഭാവിയിലേക്ക് ഒരു സ്ഥിര വരുമാനം വേണം എന്നൊരു ചിന്ത, ആ ഒരു ആവശ്യകത ബോധ്യപ്പെട്ടു. അപ്പോ ഈ യൂട്യൂബ് വീഡിയോ കണ്ടു പെട്ടെന്ന് ചാടിക്കയറിയെന്ന് പറയുമ്പോഴും അതിന് പിന്നിൽ ഒരു വ്യക്തമായ കാരണമുണ്ടായിരുന്നു. ലക്ഷ്യബോധം, നിലവിലെ സാഹചര്യത്തിലുള്ള ഒരു അതൃപ്തി, പിന്നെ ഭാവിയിലേക്കുള്ളൊരു കരുതൽ. അതെ, അതുകൊണ്ട് ഒരു പുതിയ അവസരം, അതും സാമ്പത്തിക റിസ്ക് ഇല്ലാത്തത് മുന്നിൽ വന്നപ്പോ അതിൽ പിടിച്ചു. ആ ഒരു വിശ്വാസം, അതാണ് പ്രധാനം. ശരിയാണ്. അപ്പോ എന്താണ് ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് ചിലപ്പോൾ എല്ലാവർക്കും അറിവുണ്ടാവില്ല. അതൊന്നു പറയാം. MLM എന്നൊക്കെ ചിലർ പറയാറുണ്ട്. ബേസിക്കലി ഒരു കമ്പനിയുടെ പ്രോഡക്ട്സ് നമ്മൾ നേരിട്ട് ആളുകളിലേക്ക് എത്തിക്കുന്നു, അതിൽ നിന്ന് ഒരു വരുമാനം. അതോടൊപ്പം നമ്മളെപ്പോലെ താൽപ്പര്യമുള്ളവരെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരുടെ സെയിൽസിൽ നിന്നും നമുക്കൊരു വരുമാനം കിട്ടുന്ന ഒരു രീതി. വെസ്റ്റീജ് അങ്ങനെയുള്ളൊരു അവസരമാണ് നൽകുന്നത്. ഓക്കെ, അപ്പോ വെസ്റ്റീജിൽ ചേർന്നു, അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തനം, അത് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം. വെറും 3-4 മാസം കഴിഞ്ഞപ്പോ അതുവരെ ചെയ്തോണ്ടിരുന്ന ഫുൾ ടൈം ജോലി രാജിവെച്ചു. ഓ, അത്ര പെട്ടെന്നോ? അതൊരു വലിയ റിസ്ക് അല്ലേ? അതെ, എന്നിട്ട് ഫുൾ ടൈം വെസ്റ്റീജിൽ ഫോക്കസ് ചെയ്തു. ആദ്യത്തെ 3 വർഷം ഒരു ദിവസം പോലും ലീവ് എടുത്തില്ല എന്നാണ് പറയുന്നത്. 3 വർഷം ലീവില്ലാതെ? അതെ, ദിവസവും 15 മുതൽ 16 മണിക്കൂർ വരെ ഇതിനു വേണ്ടി മാത്രം പ്രവർത്തിച്ചു. 15-16 മണിക്കൂർ? ഓ, അത് സാധാരണ ജോലിയുടെ കണക്കല്ല. ഇതൊരു പാഷൻ പോലെ, സ്വന്തം സംരംഭം കെട്ടിപ്പടുക്കുന്നത് പോലെയാണ്. തീർച്ചയായും സ്വന്തം ബിസിനസ് എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം അതിനെ കണ്ടത്. ആ സമർപ്പണത്തിന്റെ തീവ്രത നമുക്ക് ഊഹിക്കാം. അതിനു ഫലവുമുണ്ടായി, അതും പെട്ടെന്ന്. വെസ്റ്റീജിൽ ചേർന്ന 6ാമത്തെ മാസം മാസവരുമാനം 1 ലക്ഷം രൂപ കടന്നു. 6 മാസം കൊണ്ട് 1 ലക്ഷം? കൊള്ളാം. 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും അത് മാസം 4 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലായി. ശരിക്കും ഒരു റോക്കറ്റ് വേഗതയിലുള്ള വളർച്ചയാണല്ലോ. ഇപ്പോ ശരാശരി മാസവരുമാനം 10 ലക്ഷത്തിനു മുകളിലാണ്.
കിട്ടിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ 13 ലക്ഷം രൂപ വരെ ഒരു മാസം കിട്ടിയിട്ടുണ്ട് എന്നും പറയുന്നു. കൊള്ളാം. ഈ കണക്കുകൾ കേൾക്കുമ്പോൾ ആർക്കും ഒരു ആകർഷണം തോന്നും. പക്ഷേ ഇതിനോടൊപ്പം ശരവണൻ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? വെസ്റ്റീജ് എന്നത് ഒരു ബിസിനസ്സാണ്, ഒരു ജോലിയല്ല. അതുകൊണ്ട് തന്നെ വരുമാനത്തിൽ ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകളുണ്ടാവാം. എല്ലാ മാസവും ഒരേപോലെ കിട്ടണമെന്നില്ല. ആ, അത് ശരിയാണ്. ഏതു ബിസിനസ്സിനും അത് സ്വാഭാവികമാണല്ലോ. അതെ, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ സ്ഥിരമായിട്ട് ഒരു ലോങ് ടേം വ്യൂവോടെ നിന്നാൽ നല്ല വളർച്ച നേടാൻ പറ്റും എന്നാണ് അദ്ദേഹത്തിന്റെ അനുഭവം പറയുന്നത്. ഇതൊരു സംരംഭകന്റെ യാത്രയാണ്. ഇനി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, അതാണ് ശരിക്കും ഇൻട്രസ്റ്റിംഗ്. ഈ വരുമാനം വെച്ചിട്ട് അദ്ദേഹം ഇതുവരെ 2 കോടിയിലധികം രൂപയുടെ പ്രോപ്പർട്ടീസ് വാങ്ങിയെന്നാ പറയുന്നത്. 2 കോടി? അതെ. പിന്നെ ആ പഴയ സ്വപ്നം, സ്വന്തം വീട്, ഏകദേശം 5 കോടി രൂപ ബഡ്ജറ്റിൽ ഒരു വീടിന്റെ പണി അടുത്ത വർഷം തുടങ്ങാൻ പോവാണ്. 5 കോടിയുടെ വീടോ? സാധാരണക്കാരന്റെ സ്വപ്നങ്ങൾക്കും അപ്പുറമാണത്. അതെ. പിന്നെ ലൈഫ് സ്റ്റൈൽ, സ്വന്തമായി കാറ് വാങ്ങി. എവിടെ പോവാനും കാറിലാണ് യാത്ര. ആ, പണ്ട് സാധാരണ സർക്കാർ സ്കൂളിൽ പഠിച്ച ആളാണ്. പക്ഷെ മകളെ ഇപ്പോൾ പഠിപ്പിക്കുന്നത് വർഷം 1.5 ലക്ഷം രൂപയോളം ഫീസ് വരുന്ന ഒരു CBSE സ്കൂളിലാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള മാറ്റം വളരെ വലുതാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം തീരുന്നില്ലല്ലോ. ഇല്ല. ആ ജീവിതത്തിന്റെ ക്വാളിറ്റിയിലുള്ള മാറ്റം, മകൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുന്നു, യാത്ര ചെയ്യാനുള്ള സൗകര്യം, ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. ഇതിനെല്ലാം അപ്പുറം ശരവണൻ ഏറ്റവും വലിയ കാര്യമായി പറയുന്നത് സമയസ്വാതന്ത്ര്യമാണ്. ടൈം ഫ്രീഡം. ആ, അത് പ്രധാനമാണ്. കുടുംബത്തിന്റെ കൂടെ വീട്ടിലിരുന്ന് സ്വന്തം ഇഷ്ടത്തിന് ജോലി ചെയ്യാം. എപ്പോ വേണമെങ്കിലും യാത്ര പോകാം, ഫാമിലിയുമായി സമയം ചെലവഴിക്കാം. ശരിയാണ്. ഒരുപാട് വരുമാനമുള്ള പല ജോലികളിലും ഈ സമയം കിട്ടാറില്ല. അതെ. ഇവിടെ പണത്തിനൊപ്പം സമയവും കിട്ടി. അതാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. ഈ ഡയറക്റ്റ് സെല്ലിംഗ് മോഡലിന്റെ ഒരു പ്രധാന ആകർഷണം അതാണ്. സ്വന്തം സമയത്തിന്റെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ. അത് ശരവണൻ ശരിക്കും അനുഭവിച്ചു എന്ന് തോന്നുന്നു. അതെ. ഇനി വെസ്റ്റീജ് എന്ന കമ്പനിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കാം. അദ്ദേഹം പറയുന്നത് ഇത് 20 വർഷം പൂർത്തിയായ നല്ല സ്റ്റേബിളായിട്ട് ഇന്ത്യയിലും പുറത്തും പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. 20 വർഷമെന്നത് ചെറിയ കാര്യമല്ല. ഒരു വിശ്വാസ്യതയുണ്ട്. തീർച്ചയായും. പിന്നെ പേയ്മെന്റിന്റെ കാര്യം, എല്ലാ മാസവും കൃത്യമായിട്ട് ടീമംഗങ്ങൾക്ക് പൈസ കൊടുക്കുന്നുണ്ട്. ഇന്ന് വരെ ഒരു ദിവസം പോലും വൈകിയിട്ടില്ല എന്നാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത്. അത് കേൾക്കുമ്പോൾ അതിൽ പ്രവർത്തിക്കുന്നവർക്ക് അതൊരു വലിയ ആത്മവിശ്വാസം നൽകും. കമ്പനി സ്റ്റേബിളാണ്, പേയ്മെന്റും മുടങ്ങില്ല എന്നൊക്കെ അറിയുന്നത്. അതെ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു അവസരം കയ്യിലുള്ളവർ വെറുതെ നോക്കി നിൽക്കരുത്, ആത്മാർത്ഥമായിട്ടൊന്ന് ശ്രമിക്കണമെന്നാണ് ശരവണൻ എല്ലാവരോടും പറയുന്നത്. ശരിയാണ്. മറ്റുള്ളവരെന്തു പറയുന്നു നോക്കാതെ സ്വന്തം കഴിവിൽ വിശ്വസിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, സ്ഥിരമായിട്ട് പ്രവർത്തിക്കുക. കൺസിസ്റ്റൻസി, അതാണ് പ്രധാനം. അതെ. അങ്ങനെ ചെയ്താൽ അടുത്തൊരു 5 വർഷം കൊണ്ട് ആരുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ അവസരത്തിന് കഴിയും എന്ന് അദ്ദേഹം സ്വന്തം അനുഭവത്തിൽ നിന്ന് ഉറപ്പു നൽകുന്നു. ആ, അത് വലിയൊരു വാക്കാണ്. അപ്പോ ഈ ഒരു അനുഭവത്തിൽ നിന്ന് നമ്മൾക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? പ്രധാനമായിട്ടും ഒരു വ്യക്തമായ ലക്ഷ്യം വേണം. പിന്നെ ഒരു അവസരം മുന്നിൽ വരുമ്പോൾ അത് തിരിച്ചറിയാനുള്ള കഴിവ്. പിന്നെ അതിനുവേണ്ടി എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്നുള്ളത്. അതെ, ആ സമർപ്പണം. ശരവണന്റെ കാര്യത്തിൽ അത് അസാധാരണമായിരുന്നു. 15-16 മണിക്കൂറൊക്കെ. അതെ. അങ്ങനെ വന്നാൽ ഒരു സാധാരണ പശ്ചാത്തലത്തിൽ നിന്നാണെങ്കിൽ പോലും വലിയ വിജയങ്ങൾ നേടാൻ പറ്റും. ശരവണന്റെ ജീവിതം അതിനൊരു തെളിവായിട്ട് അദ്ദേഹം തന്നെ പറയുന്നു. ശരിയാണ്. ഇത് കേൾക്കുന്ന നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം, ഒരു വളർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? സാമ്പത്തികമായിട്ടോ അല്ലാതെയോ ആകാം. അതെ. അങ്ങനെയെങ്കിൽ ഇപ്പോ നിങ്ങൾ നിൽക്കുന്ന ആ ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ, അതിൽ നിന്ന് പുറത്തു കടന്ന് പുതിയൊരു കാര്യത്തിനു വേണ്ടി കുറച്ചധികം പരിശ്രമിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ശരവണന്റെ കഥയിൽ ആ സ്വന്തം കഴിവിൽ വിശ്വസിക്കുക എന്ന വാചകം എനിക്ക് വളരെ പ്രധാനപ്പെട്ടതായി തോന്നി. പലപ്പോഴും നമ്മളെ പിന്നോട്ട് വലിക്കുന്നത് ആ വിശ്വാസമില്ലായ്മയാണ്. എന്നെക്കൊണ്ട് പറ്റുമോ, ഇത് ശരിയാകുമോ എന്നൊക്കെയുള്ള പേടി. ശരിയാണ്. പക്ഷേ ആ പേടിയൊക്കെ മാറ്റിവെച്ച് ഒരവസരത്തെക്കുറിച്ച് ശരിക്കൊന്ന് പഠിക്കാൻ, അതിന്റെ സാധ്യതകളും മനസ്സിലാക്കാൻ, ചിലപ്പോ ഒന്ന് ശ്രമിച്ചു നോക്കാൻ തയ്യാറായാൽ ഒരു പക്ഷേ ജീവിതം തന്നെ മാറിമറിയാം. അതെ, എല്ലാവർക്കും 15 മണിക്കൂറൊന്ന് പണിയെടുക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ അവരവരുടെ കഴിവിനനുസരിച്ച് സ്ഥിരതയോടെ ഒന്ന് ശ്രമിച്ചാൽ എന്തെങ്കിലും ഒരു മാറ്റമുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നൊരവസരം ചിലപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്നുണ്ടോ?
ഇതൊക്കെ ഒന്ന് ചിന്തിക്കാൻ ഈ സംഭാഷണം സഹായിച്ചു എന്ന് കരുതുന്നു. തീർച്ചയായും. അപ്പോ ഇന്നത്തെ ഈ ഒരു വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.